സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ, അങ്ങേക്ക് 3 മിനിറ്റ്. സർ, നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, ഉറങ്ങുന്നവനെ ഉണർത്താം, പക്ഷെ ഉറക്കം നടിക്കുന്നവനെ അതിന് കഴിയില്ല. നമ്മുടെ പ്രതിപക്ഷത്തിൻ്റെ അവസ്ഥ ഇതാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. കാരണം വസ്തുതകളൊക്കെ അവർക്കറിയാം. കാരണം പല പ്രതിപക്ഷ MLA-മാരും സ്വകാര്യ സംഭാഷണത്തിൽ സംസാരിക്കാറുണ്ട്, ഇത്രയേറെ പണം മണ്ഡലത്തിലേക്ക് കിട്ടിയൊരു കാലം മുമ്പ് ഉണ്ടായിട്ടില്ല എന്ന്. എല്ലാ റോഡും ഏറ്റവും ഭംഗിയായില്ലേ? ആശുപത്രികൾക്ക് പുതിയ കെട്ടിടങ്ങൾ പണിതില്ലേ? പള്ളിക്കൂടങ്ങളെല്ലാം മികച്ച നിലയിൽ വലിയ കെട്ടിടങ്ങൾ ഉണ്ടായില്ലേ? ഇതെല്ലാം നടന്നിട്ട് ഇതൊന്നും അംഗീകരിക്കാൻ കഴിയാത്ത അവസ്ഥ. ആദരണീയനായ എനിക്ക് തൊട്ടു മുമ്പ് സംസാരിച്ച കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇവിടെ പറഞ്ഞു, നമ്മൾ ജലകാര്യങ്ങളിൽ അമേരിക്കയുമായി താരതമ്യത്തിലേക്ക് പോകുന്നുവെന്ന് അദ്ദേഹം ആക്ഷേപത്തിൽ സൂചിപ്പിച്ചു. ശരിയാണ് സാർ, ഒരാഴ്ച മുമ്പ് പുറത്തു വന്നൊരു കണക്കുണ്ട്, മാതൃശിശു മരണനിരക്കിൽ നമ്മൾ ലോകത്ത് അമേരിക്കയെക്കാളും മികച്ച നിലയിലെത്തി. അപ്പൊ ചില കാര്യങ്ങളിൽ അമേരിക്കയേക്കാൾ മികച്ച നിലയിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹം പറഞ്ഞത് ശരിയാ. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞു ജലജീവൻ മിഷനിൽ എന്തോ വലിയ തിരിമറി കുഴപ്പമെന്ന്. ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രി കഴിഞ്ഞ ദിവസം ഇവിടെ മറുപടി പറഞ്ഞപ്പോൾ അത് സൂചിപ്പിച്ചതാണ്. 17 ലക്ഷം കണക്ഷനായിരുന്നു ജലജീവൻ മിഷനിലൂടെ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ഉണ്ടായിരുന്നതെങ്കിൽ അത് 40 ലക്ഷത്തിലധികമായി വർദ്ധിച്ചുവെന്നും ആ പദ്ധതി പ്രവർത്തനം ഏറ്റവും സുഗമമായി കേന്ദ്രം പണം തരാഞ്ഞിട്ടും നമ്മൾ പണം കണ്ടെത്തിയും ബഡ്ജറ്റിലൂടെ ലഭിച്ച പണത്തിലൂടെയും ഒക്കെ അത് നൽകിക്കൊണ്ട് നടത്തുന്ന കാര്യം, ഇതൊക്കെയാണ് സാർ ഇവിടെ വസ്തുത. ഇത്തരം ഒരു അടിയന്തര പ്രമേയം കൊണ്ടുവന്ന് ആരെ സഹായിക്കാനാണ്? കേന്ദ്രം നമ്മളോട് കാണിക്കുന്ന വിവേചനം മറച്ചു പിടിച്ചുകൊണ്ട് കേന്ദ്ര അവഗണന തുടരുന്നതിനുള്ള സ്ഥിതിവിശേഷമല്ലേ ഇവർ ഇത്തരം ഒരു അടിയന്തര പ്രമേയത്തിലൂടെ ഇവിടെ സാഹചര്യം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്? കേന്ദ്രത്തിനെതിരെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നമ്മളെല്ലാം പോയി ജന്തർ മന്ദിറിൽ സമരം നടത്തിയില്ലേ? അതിനൊരു മുഖം തിരിഞ്ഞു നിന്ന ആളുകളാണ് ഇപ്പോൾ സഭയിൽ വന്നിട്ട് മറിച്ച് വർത്താനം പറയുന്നത്. അപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് നമ്മളോട് കാണിക്കുന്ന വലിയ അവഗണനയുടെ ഒരു ചിത്രം ഇവിടെ ഉണ്ട്. അങ്ങനെ ഒരു സാഹചര്യം ഡിവിസിബിൾ പൂളിൽ നിന്നും നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നത് 1.92% മാത്രമാണ്. ഈ ധനകാര്യ കമ്മീഷന്റെ കാലത്ത്, 10ാം ധനകാര്യ കമ്മീഷന്റെ കാലത്ത് 3.87% വിഹിതം ലഭിച്ചിടത്തു നിന്നാണ് ഈ അന്യായമായ വെട്ടിക്കുറവ് വന്നിരിക്കുന്നത്. അതുപോലെ GST പരിഷ്കരണത്തിലൂടെ വീണ്ടും സംസ്ഥാനത്തിന്റെ താല്പര്യത്തിന് ഘടകവിരുദ്ധമായ സമീപനം ഉണ്ടാവുകയാണ്. ഇത്തരം ഫിസ്ക്കൽ ഫെഡറലിസത്തിനെതിരായ ഏറ്റവും തെറ്റായ സമീപനം കേന്ദ്ര സർക്കാരും BJP-യും വച്ചു പുലർത്തുമ്പോൾ അതിനെതിരെ ഒരു വാക്ക് പറയാതെ കേരളത്തിൽ മികച്ച ധനകാര്യ മാനേജ്മെന്റിലൂടെ ഈ ദുസ്ഥിതിയെ മറികടന്ന് ഏറ്റവും നല്ല നിലയിൽ മുന്നോട്ട് പോകുന്നത് മറച്ചു പിടിക്കാനും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും മാത്രമാണ് പ്രതിപക്ഷത്തിന്റെ ഈ അടിയന്തര പ്രമേയത്തിലൂടെ അവർ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ജയലാലിവിടെ സൂചിപ്പിച്ചതുപോലെ GSDP-യിൽ 2021-22 ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ 7.79 ലക്ഷമാണ് നമ്മുടെ പ്രതിശീർഷ വരുമാനമെങ്കിൽ അതിൽ കടം 2.96 ലക്ഷം മാത്രം ആയിരുന്നുവെങ്കിൽ 24-25 GSDP 12.75 കോടിയായി വർദ്ധിച്ചപ്പോൾ കടം 4.31 ലക്ഷമായി ചുരുങ്ങി ആനുപാതികമായി കുറഞ്ഞു വരികയാണ്. 30% താഴെ, കേന്ദ്രത്തിൻ്റെത് 58%. ഈ വസ്തുതകൾ മികച്ച ധനകാര്യ മാനേജ്മെന്റിലൂടെ ഈ സംസ്ഥാനത്ത് ഏറ്റവും നല്ല വികസന താല്പര്യവും ക്ഷേമ പ്രവർത്തനവും നടത്തിക്കൊണ്ടുപോകുന്ന ധനകാര്യ